അയ്യോ, ഈ കുട്ടികളെ കൊണ്ട് ഇത് ശല്യമാണല്ലേ. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കുട്ടികളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി അനാവശ്യ ഗെയിമുകളും അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഗെയിമുകളും എല്ലാം തന്നെ കയറ്റി വയ്ക്കും. എന്നാൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ കയറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫോൺ കൊടുക്കാതിരിക്കാനും സാധിക്കില്ല. അവരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഫോണ് തരുമോ ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ സംഖ്യക്കെട്ട് അവർക്ക് കൊടുത്തു. എന്നാൽ തിരിച്ച് നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും അവർ ഒരുപാട് ആപ്ലിക്കേഷൻ, പിന്നെ തീരെ കൊച്ചു പിള്ളേരാണെങ്കിൽ പറയാൻ വേണ്ട, അവർക്ക് തോന്നുന്ന ആപ്ലിക്കേഷൻ ആവശ്യമില്ലാതെ ഫോണിൻ്റെ അകത്ത് കയറ്റി വിടും. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കും വരാറുണ്ടോ? എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ട്രിക്ക് നിങ്ങൾ ചെയ്തു വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഈ ട്രിക്ക് ചെയ്തു വെച്ചിട്ടാണ് കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ അപ്പോൾ തന്നെ അപ്രത്യക്ഷം ആകുന്നതാണ്. പിന്നെ പ്ലേ സ്റ്റോർ തിരഞ്ഞു പിടിച്ചാലും കാണുകയില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പ്ലേ സ്റ്റോർ തിരിച്ച് അവർ കയ്യിൽ തന്ന പ്ലേ സ്റ്റോർ തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇങ്ങനെ കുട്ടികൾ ശല്യം ചെയ്യണവർ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി കുട്ടികൾ നിങ്ങളെ ഫോണ് കയ്യിലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിലെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രം ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ചുമക്കാത്ത, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് സമയങ്ങളാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കും. അതിനായിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ വേറൊരു ആപ്ലിക്കേഷനും ഇങ്ങനെ ചെയ്ത് വെക്കാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റില്ല, ഇവരൊക്കെ ഇമ്പൾട്ടായിട്ട് വന്നുകൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവിടെ പ്ലേ സ്റ്റോർ ഇങ്ങനെ ഇതുപോലെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലോങ് പ്രസ് ചെയ്യുക. ശേഷം ആപ്പ് ഇൻഫോ, ചില ഫോണിൽ ഐ ബട്ടൺ, മോട്ടോ ഫോണിലൊക്കെ ആണെങ്കിൽ ഐ ബട്ടൺ, ഇതിൽ ആപ്പ് ഇൻഫോ, ഐ ബട്ടൺ ആണെങ്കിൽ ആപ്പ് ഇൻഫോ ആണെങ്കിലും അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡിസേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങളുടെ ഡിസേബിൾ ആപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഞാൻ ഇപ്പോൾ വായിച്ച് നോക്കുന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് പറയുകയാണ് അതെങ്ങനെയാണ്. ഞാൻ ഡിസേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞു പിടിച്ചാലും പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ കാണുകയില്ല, ഇവിടെ എവിടെയോ തന്നെ കാണുകയില്ല. അപ്പോൾ കുട്ടികളെ കയ്യിൽ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർ പ്ലേ സ്റ്റോർ കണ്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ഗെയിമൊന്നും കയറ്റാൻ കഴിയില്ലല്ലോ, പിന്നെ എന്തിനാ അവർക്ക് ഫോണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോണ് കിട്ടി, ഇനി നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് വേറെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുപോലെ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. ഏത് ആപ്ലിക്കേഷനും ഇതുപോലെ ഡിസേബിൾ ചെയ്ത് വെക്കുക, ഞാൻ യൂട്യൂബും കൂടെ ഇത് ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഇവിടെ തിരഞ്ഞു പിടിച്ചാലും കാണുകയില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ ഇതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ആപ്സ് എന്താണ് കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ, ഡിസേബിൾ ചെയ്ത ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറോ യൂട്യൂബോ ഒന്നും എടുത്താൽ കാണുകയില്ല. അതിൻ്റെ പ്ലേ സ്റ്റോർ കാണുകയില്ല. ഇനി നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്.
ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടത് അത് സെർച്ച് ചെയ്യും. ഇപ്പോൾ പ്ലേ സ്റ്റോർ ആൾ ആപ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഡിസേബിൾ ചെയ്ത ആപ്പ് ഇതുപോലെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അടിച്ചപ്പോൾ തന്നെ പ്ലേ സ്റ്റോർ വന്നു. ഇവിടെ ഡിസേബിൾ എന്ന് കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ അനേബിൾ കൊടുക്കുക. അനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോർ ഇവിടെ വന്നതായി നിങ്ങൾക്ക് കാണാം. ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോർ അത് സെർച്ച് ചെയ്യാണ്. നേരത്തെ പ്ലേ സ്റ്റോർ ഇല്ലായിരുന്നു, അത് ഡിസേബിൾഡ് ആയിപ്പോയതുകൊണ്ടാണ് പ്ലേ സ്റ്റോർ ഇല്ലാത്തത്. ഇനി ഞാൻ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇനി ക്രോം ഡിസേബിൾ ഇതുപോലെ അനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുട്ടികളൊക്കെ ശല്യമാണെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം, അല്ലെങ്കിൽ അനേബിൾ ഒക്കെ ചെയ്ത് ഇടാം. ഇനി ഞാൻ ലാസ്റ്റായിട്ട് യൂട്യൂബ് അനേബിൾ ചെയ്തു. ഇനി നിങ്ങൾ അനേബിൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും അതായത് പ്ലേസിൽ തന്നെ അത് ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ക്രോം അടിച്ചിട്ടുണ്ട്. ക്രോം ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. യൂട്യൂബ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കുട്ടികൾ ഏത് ആപ്പാണോ നിങ്ങൾ ശല്യം ചെയ്യുന്നത്, പ്ലേ സ്റ്റോർ എന്ന് മാത്രമല്ല എല്ലാ ആപ്ലിക്കേഷനും ഈ ഡിസേബിൾ എന്ന് ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര തന്നെ തിരഞ്ഞു പിടിച്ചാലും ആ ആപ്ലിക്കേഷൻ അവിടെ കാണുകയില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ തിരിച്ചിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും ഇതുപോലെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയാകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. എപികെ ജോയ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിനെ വിളിക്കണം. അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഓപ്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കണ്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.